നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് അനാമിക പറഞ്ഞു, "ദേ എന്റെ അച്ഛനും അമ്മയും വന്നെന്ന് പറയണം." അപ്പോഴേക്കും ദേവാനിയും ജാരിയൊക്കെ നോക്കി. അപ്പോഴേക്കും വേണും അവര് രേവതിയും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. ആ സമയത്ത് ജാനകി പറഞ്ഞു, "വാ കയറി വാ" എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് അങ്ങോട്ട് ക്ഷണിക്കുവാണ്. പിന്നീട് വേണു പറഞ്ഞു, "അല്ല, മോള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം." അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, "അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് പറയണം." അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. നയനയും ആദർശവും അവരൊക്കെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് വേണു ചോദിച്ചു, "അല്ല, എന്നോട് എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ?" "ഏ, അല്ല, അനാമിക മോള് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്തോ കാര്യമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വന്നേന്ന് പറയണം." പിന്നീട് അനാമിയോട് ചോദിച്ചു, "എന്താ മോളെ?" ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, "അറിയില്ല, വല്യമ്മയാ പറഞ്ഞേന്ന് പറയണം." ദേവേന് പറഞ്ഞു, ഒരു കാര്യമില്ലാതെ എന്താണെങ്കിലും വേണുവിനെ രേവതി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരും നിനക്ക് വിളിച്ചു വരുത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. "ഇല്ല, എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായെന്ന് രേവതി പറയണം." ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ, അനാമികയുടെ അവരുടെ എല്ലാം മുഖത്തേക്ക് നോക്കിയിട്ട് ദേവേന് പറഞ്ഞു, "അല്ല, മുമ്പ് ഈ കുടുംബത്തിൽ നിന്ന് ഒരു നെക്ലേസ് മോഷണം പോയിട്ടുണ്ടായിരുന്നു. ഏ, മോഷണം പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അവസാനം അത് കേസായി കൂട്ടമായി. നയനയുടെ വീട്ടുകാരെ സംശയിച്ചു. നയനയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും ചെയ്തു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്." വേണുവിനും രേവതിയുടെയൊക്കെ മുഖം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വീണ്ടും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടന്നു. നന്ദു അത് കണ്ടെത്തുകയും ചെയ്തു." ഇത് കേട്ട് ഞാൻ വേണു പറഞ്ഞു, "അല്ല, അത് പിന്നെ ഞാന് അല്ല, നിങ്ങൾ അങ്ങനെ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ ഒന്ന് വെളിപ്പെടുത്താറുന്നല്ലോ എന്ന് പറയണം." അപ്പൊ അനാമിക ചോദിച്ചു, "ഇത് പറയാനാണ് വല്യമ്മ ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കാം." "അതല്ല, അത് മാത്രമല്ല, പിന്നെ അത് കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു പ്രോപ്പർട്ടി ഞങ്ങളെ കൊണ്ടേ കാണിച്ചായിരുന്നു, എന്നെ നയനെ. അവിടെ നിങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുമെന്നും പറഞ്ഞു, വീട് പണിയാൻ വേണ്ടിയിട്ട്, എനിക്കും അനാമികയ്ക്കും വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ അതിന് 1 കോടി രൂപ അഡ്വാൻസ് കൊടുത്തെന്നും പറഞ്ഞു. ഞങ്ങളത് അന്വേഷിച്ച് കഴിഞ്ഞപ്പം നിങ്ങൾ 1 കോടി രൂപ അഡ്വാൻസും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, അതിപ്പോഴും ആ അമേരിക്കക്കാരൻ്റെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് വാങ്ങിയിട്ടുമില്ലെന്ന് പറയണം." പെട്ടെന്ന് വേണു പറഞ്ഞു, "അത് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പേരിലേക്ക് ആക്കിയിട്ടില്ലെന്ന് പറയണം." പെട്ടെന്ന് ജയൻ പറഞ്ഞു, "അങ്ങനെ പേരിലേക്ക് ആക്കിയിട്ടില്ലെങ്കിലും 1 കോടി രൂപ അഡ്വാൻസ് കൊടുത്തെങ്കിൽ അതിന്റെ പേപ്പേഴ്സുകളൊക്കെ കാണില്ലേന്ന് ചോദിക്കുക." വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയം വേണു രേവതിനെ ഒന്ന് നോക്കുവാണ്. രേവതി പറഞ്ഞു, "അത് പിന്നെ അത് എന്താ അതും ചെയ്തിട്ടില്ലെന്ന് അജയൻ ചോദിക്കുവാണ്. സാധാരണ ഒന്നും രണ്ടും അല്ല, 10 രൂപ 20 രൂപ ഒന്നും കൊടുക്കുന്ന പോലല്ല, 1 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. എഗ്രിമെന്റ് എഴുതാതെ എന്താണെങ്കിലും 1 കോടി രൂപ അഡ്വാൻസ് കൊടുക്കത്തില്ലോ എന്ന് പറയണം." അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, "അത് പിന്നെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെന്റ് കാണണമെന്ന് ദേവേനി പറയാം." ആ സമയം വേണു പറഞ്ഞു, "നിങ്ങൾ എന്താ ഞങ്ങളെ ഒരുമാതിരി ക്വസ്റ്റ്യൻ ചെയ്യുന്നേ, പോലീസ് മുറയെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കാം." അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നിങ്ങൾ പല ചതികളും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങളുടെ മോൻ അനിയെ അനാമിയെ തമ്മിലുള്ള വിവാഹം നടക്കുന്ന സമയത്ത് ഞങ്ങളോട് ഇത് നിങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ കുറെ പണം പലിശയ്ക്ക് മേടിച്ചിട്ടാണ് അനാമയുടെ വിവാഹം നടത്തിയെന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളതുപോലെ പറയാമെന്ന് പറയണം. നിങ്ങൾ അതൊന്നും പറഞ്ഞില്ല. പിന്നെ അനാമികയുടെ സ്വർണ്ണം എന്തിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ആദ്യം എന്താ പറഞ്ഞേ? അത് ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് കൊടുത്തെന്നല്ലേ പറഞ്ഞേ? ആദ്യം പറഞ്ഞു പണയം വെച്ചെന്നൊക്കെ പറഞ്ഞു. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാ പറഞ്ഞേ, "അല്ല, പണയം വെച്ചിട്ടില്ല, അത് വിറ്റു, സ്ഥലത്തിന് വേണ്ടി കൊടുത്തു." അനാമിക പറഞ്ഞ എന്താ? അനാമിക പറഞ്ഞ എന്റെ വീട്ടിലുണ്ട്, അച്ഛന്റെ അടുത്തുണ്ടെന്നൊക്കെയാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കള്ളത്തരം പറയുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കണം. രേവതി പറഞ്ഞു, "ഇതെന്താ ദേവനേച്ചി ഇങ്ങനെയൊക്കെ പറയണേ? ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണോ എന്ന് ചോദിക്കണം." "അപമാനിച്ചാണോ? ഉള്ള കാര്യമല്ലേ പറയണേ, ഞങ്ങളും കൂടെ അറിഞ്ഞിരിക്കണ്ടേ? ഈ പറയുന്ന അനാമികയ്ക്ക് കൊടുത്ത സ്വർണം അനാമിക പോലും അറിയാതെയാണ് നിങ്ങൾ വിറ്റെന്നൊക്കെ പറയണു. അതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് പോട്ടെ, അത് നിങ്ങൾ കൊടുത്ത സ്വർണ്ണമാണെന്ന് വെക്കാം. പക്ഷേ എങ്കിൽ ഇവിടുന്ന് നെക്ലേസ് പോയ കാര്യത്തിലാണെങ്കിലും അത് മാത്രമല്ല, നിങ്ങൾ പല കള്ളത്തരങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാനോ പൊറുക്കാനോ പറ്റുന്ന കാര്യമില്ല. ഇത് നിങ്ങളോട് നേരിട്ടൊന്ന് ചോദിക്കണമെന്ന് പറയണം. അതിനു വേണ്ടി നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയാം." അത് കേട്ട് ഞാൻ വേണു പറഞ്ഞു, "ഓഹോ, അപ്പൊ ഇനിയിപ്പം ഞങ്ങൾ പറയുന്നൊന്നും വിശ്വാസം വരുന്നില്ലായിരിക്കും, എല്ലാത്തിനും തെളിവ് വേണമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ദേവേന് പറഞ്ഞു, "തെളിവ് വേണ്ട കാര്യത്തിന് തെളിവ് വേണമെന്ന് തന്നെ പറയുവാണ്." വേണു പറഞ്ഞു, "അങ്ങനെ തെളിവ് തന്നിട്ട് എന്റെ മോളെ ഇവിടെ നിർത്തണ്ടെന്ന് പറയാണ്. ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിർത്തിയാൽ മതി. ഒരു കാര്യം മനസ്സിലായി, എന്റെ മോളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്താണെങ്കിലും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം." പെട്ടെന്ന് അനാമി പറഞ്ഞു, "ഇതെന്താ വല്യമ്മ ഇത്? ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുവാണോ എന്ന് ചോദിക്കുകയാണ്, എന്റെ അച്ഛനും അമ്മേനെയൊക്കെ." അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, "ഇതെന്താ എടുത്ത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക." ജാനകി പറഞ്ഞു, "ഇതേ അടുത്ത്
ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. അപ്പോഴേക്കും പേട് പറഞ്ഞു, വാ മോളെ, ഇനി ഒരു നിമിഷം പോലും നിൽക്കണ്ട, നമുക്ക് പോയേക്കാന്ന് പറയണം. ഇത് കേൾക്കേണ്ട താമസം. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അനാമിക്ക്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താനാണ് പാലിനകത്ത് വിഷം കലർത്തിയെന്നുള്ള കാര്യം കൂടെ പുറത്തു വരും. ദൈവമേ, അതെങ്ങാനും പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. അതിനു മുമ്പ് രക്ഷപ്പെടണം. പിന്നീട് വേണു അനാമയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട മോളെ, ഒരു നിമിഷം പോലും നിൽക്കണ്ട. നമ്മളെ വിശ്വാസം ഇല്ലാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല. മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ആ കയ്യെ പിടിച്ച് ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. കൂടെ രേവതിയും കൂടെ അങ്ങോട്ട് പോവാണ്. ഒട്ടും സഹിച്ചില്ല ജാനകിക്കത്. ജാനകിക്ക് കട്ടക്കലിപ്പായിരുന്നു. ജാനകി പറഞ്ഞു, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാവരും കൂടി എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം വിചാരിച്ചോണം, എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഈ കുടുംബത്തിൽ ആ മൊട്ടേച്ചനെ കയറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് ആ പാടെ പെരുത്ത് കയറി. പിന്നീട് നയന പറഞ്ഞു, ദേ ഇളയമ്മ ഇങ്ങനെ വെറുതെ സംസാരിക്കില്ല, കാര്യം അറിയാതെ. എന്താണെങ്കിലും എൻ്റെ നന്ദു ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും ഇപ്പൊ ഏട്ടത്തി എല്ലാരും കൂടെ ചേർന്ന് പുതിയ പ്ലാന്. അല്ലെങ്കിലും ഇപ്പൊ ഏട്ടത്തി നിന്നോടൊപ്പം ആണല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏട്ടത്തിയോടും ഏട്ടനോടും എല്ലാവരോടും കൂടെ പറയണേ, അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് കയറിപ്പോയി. ജലജ പറഞ്ഞു, എന്നാലും സമ്മതിച്ചു തന്നിരിക്കുന്നു ഇനിയൊക്കെ. കാരണം ആ നല്ലൊരു പെങ്കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ. അത് കേട്ടപ്പോൾ നയനയ്ക്ക് അടിമുടി പെരുത്ത് കയറി. പക്ഷെ ഒന്നും മിണ്ടിയില്ല, കാരണം ബാക്കി എല്ലാവരും കൂടെ നിൽക്കുമല്ലേ. അതുകൊണ്ട് നയന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം ദേവേനെ അങ്ങോട്ട് ചെന്നിട്ട് ജയനോട് പറഞ്ഞു, ജയേട്ടാ ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നില്ലേന്ന് ചോദിക്കണം. ജയൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, അവൾ ഇവിടം വിട്ടു പോയി. ഇനിയിപ്പോൾ അനിയുടെ ജീവിതം എന്തായി തീരും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ അവന്റെ ജീവിതം ഇതെങ്ങാനും അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്നുവരെ ഈ കുടുംബത്തിൽ ഡിവോഴ്സോ കാര്യങ്ങളോ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിലെ ചെന്ന് കലാശിക്കുള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ജയനാണെങ്കിലും ദേവേനിക്കാണെങ്കിലും നല്ല വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇല്ലായിരുന്നു താനും ആ സമയത്ത്. പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ആ പടം അസ്വസ്ഥപ്പെട്ട് മുറി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അനി ഈ കാര്യങ്ങൾ അറിഞ്ഞു. അവള് വീട് വിട്ടു പോയെന്ന് അനാമിക. അനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തുള്ളിച്ചാടാനാ തോന്നിയത്. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു. പിന്നീട് അനി തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശരത്തിന്റെ വിഘ്നേഷിന്റെ ഒക്കെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാ ചെല്ലുന്നേ. പിന്നീട് അവന്മാര് ചോദിച്ചു, എന്താടാ ഇതെന്താ പതിലും വിപരീതമായിട്ട് കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുന്ന ചോദിക്കാം. അതെ, ഇന്ന് എനിക്ക് സന്തോഷം ഒരു ദിവസമാണെന്ന് പറയണേ. സന്തോഷമുള്ള ദിവസം എന്താ? നന്ദു നീയുമായിട്ട് സെറ്റായോ വീണ്ടും? അതോ നിന്റെ വല്ല ബർത്ത്ഡേ ആണോ? നിന്റെ ബർത്ത്ഡേ അല്ലല്ലോ എന്ന് പിന്നെ എന്താന്ന് ചോദിക്കണം. അതൊന്നും അല്ലടാ, ഇത് അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നന്ദു വീണ്ടും നിന്റെ അടുത്തേക്ക് വന്നു കാണും. അതൊന്നും അല്ലാന്ന് പറയാം. പിന്നെയോ അതെ, അനാമിക വീട് വിട്ടു പോയെന്ന് പറയണം. അനാമികയോ? അതെ, അവള് വീട് വിട്ടുപോയി. ഇനി അവളുടെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയണം. എടാ എന്റെ ദൈവമേ, ഈ കാര്യം ഇച്ചിരി നേരത്തെ നടന്നിരുന്നെങ്കിലോ. ഇത്ര സന്തോഷമുള്ള ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണം. ഇതാണ് ഞാൻ നേരത്തെ തന്നെ കേക്ക് മുറിച്ചേനം. ഇതുപോലത്തെ സന്തോഷമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ എന്നും കേക്ക് കട്ട് ചെയ്തേനെന്നൊക്കെ പറയണം. അങ്ങനെ അനി കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ഭയങ്കരമായിട്ട് ആഘോഷിക്കണം. ഇതിൽ പരയുടെ സന്തോഷം എനിക്ക് കിട്ടാനില്ല. അനി കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. ആ സമയം വിഘ്നേഷ് പറഞ്ഞു, സൂക്ഷിക്കണം, അവളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരാനും വഴിയുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് അനി പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. സംഭവിച്ചാൽ ഇനി കുഴപ്പമൊന്നുമില്ല. അവള് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ആരും മൈൻഡ് ചെയ്യുന്ന അവളെ. അവള് പിണങ്ങിപ്പോയി അവിടെ നിന്നാൽ മാത്രം മതിയായിരുന്നു. ഈ തവണ അവൾക്കിടെ നല്ല അടിയെ കിട്ടിയേക്കെന്ന് പറയണം. ഈ സമയം ദേവാനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കുക. കാരണം ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോകുന്ന അറിയത്തില്ല. എനിക്ക് സന്തോഷമായിരിക്കും, പക്ഷേങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമം. അച്ഛനും വയ്യാതെയും കൂടി ഇരിക്കുന്നതല്ലേ. എന്താണെങ്കിലും അനാമികനൊന്ന് പോയി കാണാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേവയാനി അനാമികനെ കാണാനായിട്ട് അങ്ങ് ചെല്ലുവാണ്. ഈ സമയത്ത് അനാമിക കട്ടക്കലിപ്പായിരുന്നു. അനാമിക പറഞ്ഞു, അതെ എന്നെ ഇനി വല്യമ്മ വിളിക്കാനൊന്നും വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. പിന്നെ എനിക്ക് സങ്കടമുണ്ട് മുത്തശ്ശിയുടെ കാര്യം ഓർത്തിട്ട്. ഞാൻ കാരണം അവർക്ക് വിഷമം ഉണ്ടാവല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയണം. ഈ സമയം ദേവേനി പറഞ്ഞു, അത് പിന്നെ മോളെ നിനക്കറിയാലോ, നീ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. നിന്നും നിന്റെ കുടുംബക്കാരും ഒരു കാര്യം എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞോ? കല്യാണത്തിന് മുമ്പോ കല്യാണത്തിന് ശേഷമോ? ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും ഏത് കുടുംബത്തിലാളും ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളെന്ന് പറയണം. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അനിയുടെ മുത്തശ്ശന്. അതുകൊണ്ട് മോളൊരു കാര്യം അങ്ങോട്ടേക്ക് വരാനൊക്കെ പറയാം. പക്ഷേങ്കിൽ അവൾ ആ സമയത്ത് വലിയ അഹങ്കാരം കാണിച്ചു. ദേവേനിക്ക് മനസ്സിലായി അവൾ എന്താണെങ്കിലും വരാൻ പോകുന്നില്ല, അവൾ രണ്ടും കൽപ്പിച്ചാന്നുള്ള കാര്യം. ദേവേനി പിന്നീട് പറഞ്ഞു, ശരി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം.
ഇനി ഞങ്ങൾക്കും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ വന്ന് വിളിച്ചു. ഇനിയിപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പോകുന്ന അറിയത്തില്ലോ. അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയും. അപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അയക്കുമെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ദേവേനെ ഇറങ്ങിച്ചപ്പോഴത്തേനും വേണു അനാമികയോട് പറഞ്ഞു, ഇതേ മോളെ മിക്കവാറും ഇനിയിപ്പോൾ അവർ വല്ല ഡിവോഴ്സിനും കൊണ്ട് കൊടുക്കുമെന്ന് ചോദിക്കുക. കൊടുക്കട്ടെ അച്ഛാന്ന് പറയാ. ഇനി മോളെ കൊടുത്തിട്ടാണ് നമുക്ക് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ? രേവതി പറഞ്ഞു, അത് ശരിയാ, കുറച്ച് നാളും കൂടെ നീ എവിടെ നിന്ന് പിടിച്ചു വയ്ക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു പറയാണ്. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അനാമയ്ക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് പൈസ ഒന്നും കിട്ടാത്തതിന് ഒരു വിഷമമുണ്ട്. ഒന്നും അടിച്ചു മാറ്റാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത മനസ്സിലാക്കിയുണ്ട്. എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോരുമായിരുന്നെങ്കിൽ ഒരു വിഷമം അവൾക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. വേറെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കായിരുന്നു. കാമുകനൊത്തൊരു ജീവിതം നയിക്കായിരുന്നു. പക്ഷെ അത് നടന്നില്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.